വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോൺസായി ആണ്. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബോൺസായി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ബോൺസായി ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള പ്രത്യേക ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് നമ്മുടെ തെങ്ങിൻ തൈ. തെങ്ങിൻ തൈയാണ് ബേസിക്കലി ഒരു ടഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബോൺസായി എന്ന് നമുക്ക് പറയാം. കാരണം അത് സിംഗിൾ സ്റ്റെം ആയതുകൊണ്ട്. അതേപോലുള്ള ഏത് പ്ലാന്റും അങ്ങനെ തന്നെ. ഇപ്പോൾ ബ്രാഞ്ചസ് ഉള്ളതൊക്കെ നമ്മൾ ബോൺസായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖം. കട്ടായി പോയാലൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല. തെങ്ങിൻ തൈ നിങ്ങൾ ബോൺസായി ആക്കുന്ന സമയത്ത് സെൻറ്റർ പോർഷൻ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സൈഡിൽ നിന്ന് വേണം ഇതിങ്ങനെ ചീകി കൊടുക്കാൻ. ഈ പ്രൂണിങ് നടക്കുമ്പോൾ എപ്പോഴും ഇത് സൈഡിൽ നിന്ന് മാത്രം ചെയ്തുകൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും റിസ്ക് ആണ് ഉള്ളിലുള്ളത്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഗ്രോ ആകാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം റെഡിയാക്കി എടുക്കുക. ഇതൊരു പ്രീവിയസ് വീഡിയോയുടെ പോർഷൻ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു 5 months ബിഫോർ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. ഇത് നമ്മൾ റെഡിയാക്കി എടുത്ത് ഈ ഒരു ബോൺസായി ആണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്ന വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം അന്ന് നമ്മൾ എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാഴനാര കൊണ്ട് കവർ ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ടാണ് ഞാനത് പ്ലാന്റ് ചെയ്തിരുന്നത്. ഇപ്പം ആ വാഴനാരൊക്കെ ദ്രവിച്ചു പോയിട്ടോ കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. ആ കാണുന്ന ചെറിയ ലീവ്സാണ് ഇവിടെയുള്ള ഈ മെച്ചോർഡായിട്ട് നിങ്ങൾ കാണുന്ന ലീവ്സ്. ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് കുറേ ഒച്ചുകൾ ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാരസൈറ്റ്സ്, ഈ ഒച്ചുകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തതിന് റിമൂവ് ചെയ്യുക. അതവിടെ കിടന്ന് പെറ്റ് പെരുകാൻ നമ്മൾ സമ്മതിക്കരുത്. ഈ ഒരു റെയിനി സീസൺ ആയത് കാരണം നമുക്ക് പോണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അക്വേറിയത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടികളിലാണെങ്കിൽ പോലും ഈ ഒച്ചുകൾ വളരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെടുത്ത് റിമൂവ് ചെയ്യാം. മഴക്കാലത്ത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലൊന്ന് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള പൂപ്പൽ വരാൻ ചാൻസ് ഉള്ള, ഫംഗസ് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ച് ഡോളമൈറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. കാരണം പുളിപ്പ് വരും. ഈ ഒരു ആസിഡിക് സിറ്റുവേഷൻ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് റെയിനി സീസൺ എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ഡോളമൈറ്റ് ഇട്ടിട്ട് മണ്ണിനൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഡോളമൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ അടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ചാരം ഉണ്ടെങ്കിൽ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ റെയിനി സീസണിൽ. കാരണം തണുപ്പുള്ളതുകൊണ്ട് കുറച്ച് ചാരം ഇട്ട് വെച്ചിട്ടൊരു പ്രശ്നം വരില്ല, നല്ലതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു പോർഷൻ കുറച്ച് ഹാർഡസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ പ്രൂൺ ചെയ്താണ് കേട്ടോ ആ ഒരു പോർഷൻ ഹാർഡസ്റ്റ് ആവുന്നത്. എപ്പോഴും തെങ്ങിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ കുത്തനെ വന്നിട്ടാണ് അതിൻ്റെ ലീവ്സ് വരുന്നത്. പക്ഷേ ബോൺസായി നമ്മളെപ്പോഴും ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. നമ്മൾ ആ ഒരു ക്ലോസ്ഡ് ഏരിയ എപ്പോഴും ആ ഒരു ഓല വരുന്ന ഏരിയ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പം അവിടെ ഫ്രീ ആയിട്ട് ഓല വരികയാണ് ചെയ്യുക. അപ്പോൾ താഴേന്ന് തന്നെ ഓല ഫോം ചെയ്യും. അപ്പം അതിനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കത്രിയും കട്ടറൊക്കെ കൊണ്ടുവച്ചത്. ഇത് സ്റ്റീൽ വയേഴ്സാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞൊരു പർപ്പസിന് തന്നെയാണ്. ഞാൻ 2 സൈഡിലേക്കും ഇതിനെ മെല്ലെ ടൈ ചെയ്യുക. അത് ഒടിഞ്ഞു പോകരുത്, മുറിഞ്ഞു പോകരുത്. ജസ്റ്റ് അധികം പ്രഷർ കൊടുക്കാതെ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഡയുള്ള സ്റ്റീൽ പൈപ്പോ സ്റ്റീൽ കമ്പികളോ അതല്ലെങ്കിൽ കോപ്പർ വയേഴ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നടുവിലുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് വലിയ പ്രഷറുകളൊന്നും ഇല്ലാണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന ഈ ഏരിയ. ഉള്ളിൽ മുറിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയത് ബ്ലേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ ബോൺസായി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് തടി വണ്ണം വെപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മൾ മാവോ പ്ലാവോ അതല്ലെങ്കിൽ അങ്ങനത്തെ വൃക്ഷങ്ങളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റീൽ വയേഴ്സ് ഇങ്ങനെ അതിൻ്റെ ബ്രാഞ്ചിൽ, അതായത് മെയിൻ സ്റ്റെമ്മിൽ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ട അതായത് ഒരു പ്രായം തോന്നിക്കും. ആ പ്ലാന്റിനൊരു ഏജിങ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റെമ്മ് കുറച്ചും കൂടെ ഹാർഡാകുമ്പോൾ നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുത്ത് പ്ലാന്റ് വളരുമ്പോൾ ആ ഒരു വയർ കെട്ടിയ ഭാഗം ടൈറ്റ് ആവുമല്ലോ. അപ്പം അവിടെ ഇങ്ങനെ പീസായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ വുഡി ആയിട്ട് നിൽക്കും. അപ്പം പ്ലാന്റ് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ട് തോന്നിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് ആ ഒരു ചകിരി തൊണ്ട് കട്ട് ചെയ്ത് പോയി എന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇതിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 19 നിങ്ങൾക്ക് അതും ഇതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ വയറ് ഞാൻ ടൈ ചെയ്യുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഒരു 2 പോർഷൻ എടുത്തിട്ട് മെല്ലെ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അപ്പുറത്തും 2 എടുത്തിട്ട് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കാണുന്ന ആ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ലീഫ് എന്ന് പറയുന്നത് അത് ഒടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പുതുതായിട്ട് വന്ന ലീഫ് ആകുമ്പം അതിൻ്റെ
തണ്ടിന് ഈ ഓലയ്ക്ക് ഉറപ്പ് കുറവായിരിക്കും. അപ്പം വല്ലാണ്ട് പ്രഷർ അവിടെ കൊടുക്കരുത് കേട്ടോ. പിന്നെ ബോൺസായി എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളോളം എടുക്കും കേട്ടോ. നമ്മൾ എത്രത്തോളം വർഷങ്ങൾ കഴിയുന്നോ അത്രത്തോളമാണ് ആ ഒരു പ്ലാന്റ് നല്ല തിക്കായിട്ട് വരിക. അപ്പം നമ്മൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ബോൺസായി ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് തെങ്ങ് കുറേ നല്ല ക്ഷമ വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം ഇതിൻ്റെ ഓല പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ ഒരുപാട് ലീവ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വേറെ പ്ലാന്റുകളൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ ലീവ്സ് ഉണ്ടാവും. അപ്പം കുറേ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇവിടെ നമുക്ക് ഓരോരോ ഓലയും ഭയങ്കര പ്രഷ്യസാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ ഓലയിൽ തന്നെ തെങ്ങ് തന്നെ നിങ്ങളെ കാണിക്കാൻ കാരണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റിൽ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഇതിലിപ്പം നമ്മൾ ആ ഒരു പോട്ട് ട്രേ എടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ളൊരു പോട്ട് എടുക്കുക, നല്ല ഗാർഡൻ സോയിൽ എടുക്കുക, നല്ല രീതിയിൽ അത് പ്ലാന്റ് ചെയ്യുക, എന്നിട്ട് അതിനെ നന്നായിട്ട് കെയർ ചെയ്യുക, കട്ട് ചെയ്യുക, പ്രൂൺ ചെയ്യുക. ഇതന്നെ പരിപാടി. പക്ഷേ സിംഗിൾ സ്റ്റെം ആയിട്ടുള്ള തെങ്ങ് പോലുള്ളതാണെങ്കിൽ സൈഡ് മാത്രം പ്രൂൺ ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോവുക. അതല്ല മെയിൻ പാർട്ടായിട്ടുള്ള മെയിൻ വൃക്ഷങ്ങളാണ്, വേറെ തൈകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഇത്രയേ ഇതിൽ ആവശ്യമുള്ളൂ പരിപാടികൾ. പിന്നെ വേനൽക്കാലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ മഴക്കാലത്ത് നിങ്ങളിത് യൂസ് ചെയ്യുന്നത് എങ്ങനെ വേണമെന്നറിയോ? ചില സമയങ്ങളിൽ നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് മഴയില്ലാത്ത നല്ല വെയിലുള്ള ദിവസങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിതിൻ്റെ സ്വാഭാവികമായ വളർച്ചയാണ് കേട്ടോ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഈ ഒരു സൈഡിലേക്ക് ബെൻഡായി ലീവ്സ് വന്നു കഴിഞ്ഞാൽ ആ വയർ ടൈ നമ്മൾ അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പഴയ പോലെ തന്നെ പ്ലാന്റ് റെഡിയായി വരണം. അതാണ് നമ്മുടെ ഒരു ബോൺസായിൻ്റെ കോൺസെപ്റ്റ്. നമുക്കത് ഏത് ഡയറക്ഷനിലേക്ക് വളർത്തണോ അങ്ങോട്ട് നമ്മൾ ഈ വയർ ടൈ യൂസ് ചെയ്ത് സ്റ്റീലിൻ്റെ വയർ യൂസ് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പം ഇതൊരു മസ്റ്റായിട്ട് ബോൺസായി മേക്കിങ്ങിൽ വേണ്ടുന്ന സാധനമാണ് കേട്ടോ. പല രൂപത്തിലും നമുക്ക് മരങ്ങളെ കൊണ്ടുപോകാം, വളച്ചൊടിച്ച് കുറേ കാലം ഈ ഒരു വയറിൽ നിർത്തിയിട്ട്. അപ്പം നമുക്കിതൊരു വളരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആകും. ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കോളൂ. ചെറിയ ഡയ ഉള്ളത് മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ബോൺസായി ആക്കാൻ പറ്റും കേട്ടോ. ഇന്ന് എല്ലാ പ്ലാന്റുകളും നമുക്ക് ബോൺസായി ആക്കാം. പിന്നെ വീട്ടിൽ തന്നെ ആക്കിക്കോളൂ, ഒന്നും പ്രശ്നമില്ല, ഒന്നും പേടിക്കാനുമില്ല. ഫുൾ കോൺഫിഡൻസോടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നല്ല എക്സ്പെൻസീവാണ്. കാരണം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയും ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മളിതിൻ്റെ ഓരോരോ സ്റ്റേജിലും നോക്കിക്കൊണ്ട് വരണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് ഏത് കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഒരു പോട്ടും വാങ്ങിക്കോ, ബോൺസായും ഉണ്ടാക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി ഈ ഒരു ബോൺസായി ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് കാലങ്ങൾ എടുക്കും ഇതിനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുറച്ച് ഗ്രോത്ത് ഫാസ്റ്റാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് ഓരോ പ്ലാന്റിൻ്റെയും നേച്ചറാണല്ലോ. തെങ്ങ് പ്രത്യേകിച്ച് മഴക്കാലത്ത് കുറച്ച് ഗ്രോ ആകുന്നൊരു പ്ലാന്റാണ്. ചെറിയ പോട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫെർട്ടിലൈസർ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരിക്കലും വലുതാകും എന്നുള്ള വലിയ പ്രതീക്ഷകൾ വേണ്ട. തേങ്ങയൊക്കെ നമുക്ക് കുഞ്ഞു തേങ്ങ ഉണ്ടാവുള്ളൂ, ഉണ്ടായാൽ തന്നെ ചട്ടിയിലെ തേങ്ങയല്ലേ, അതുകൊണ്ട് നമുക്ക് കറിക്ക് അരയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടികളും പറ്റില്ല. ഇതൊരു ഷോ പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് ഫെർട്ടിലൈസർ. പിങ്ക് കളറിൽ കാണുന്ന സോൾട്ടാണ് ഫെർട്ടിലൈസർ. ഇവിടെ 19 ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വാങ്ങിച്ചുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് അല്ലാത്ത പ്ലാന്റ്സിനും ലീഫൊക്കെ നന്നായിട്ട് ഗ്രോ ആകാൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ലീഫിലും അതുപോലെ തന്നെ റൂട്ടിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു സ്പൂണാണ് എടുക്കുന്നത്. നമ്മുടെ നോർമൽ സ്പ്രെയറിലേക്കാണ് ഇടുന്നത്. എന്നിട്ട് അതിൽ വാട്ടർ നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഓവറോൾ കാര്യങ്ങളുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അങ്ങനെ ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. ഈ ഒരു പോട്ടിൻ്റെ ചിലവും ഈ ഒരു ഈ വയർ നിങ്ങളുടെ കയ്യിൽ വല്ല കോപ്പർ വയർ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട്. അത്രയും ചിലവേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ബോൺസായി വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുത്തിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ടൈം കളയുന്ന സമയത്തൊക്കെ നമ്മൾ അത് ആലോചിച്ചാൽ മതി. ഇത് ഇത്രയും നമുക്ക് എങ്ങനെ ഒരു പ്ലാന്റിന് റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ. അതുപോലെ ബോൺസായിയുടെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കണമോ അത്രത്തോളം അത് ഭംഗി കൂടും. അതല്ല ഒരു മീഡിയം സൈസിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ഡിസൈഡ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്കത് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മാവൊക്കെ ഈ മഴക്കാലത്ത് നമ്മൾ പ്രൂൺ ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ, ഫുള്ള് പ്രൂൺ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പ്ലാസ്റ്റിക് കവറിട്ട് വെള്ളം കയറാണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ടൈ ചെയ്യും. അതെന്തിനാ, സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചസ് വന്ന് താഴെ നിന്ന് തന്നെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ഒരു കൈൻഡ് ഓഫ്